മുല്ലപ്പള്ളിയുടെ നിലപാട് എന്താണ് എന്നുള്ള കാര്യം വിശദീകരിക്കാൻ മുഹമ്മദ് അസ്ലം നമ്മോടൊപ്പം ഉണ്ട്. അസ്ലം, ഇതിലിപ്പോൾ 4 മുൻ KPCC അധ്യക്ഷന്മാരെ വിളിപ്പിച്ചിരിക്കുന്നു. MM ഹസൻ പോകുമെന്നൊരു കാര്യത്തിൽ ഉറപ്പില്ല. മറ്റു 2 പേരും ഏറെക്കുറെ പോകാൻ തീരുമാനമെടുത്തിരിക്കുന്നു. പക്ഷെ മുല്ലപ്പള്ളി ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. അതായത് ഇത് ഇത്രയധികം വഷളാക്കിയിട്ട് ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് എന്ത് സംസാരിക്കാനാണ്, അത് ഞങ്ങളുടെ തലയിലിടാനാണോ എന്നൊരു ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നതായി മനസ്സിലാക്കുകയാണ്. അപ്പോൾ മുല്ലപ്പള്ളിയുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ നിലപാടിനെ കുറിച്ച് എന്താണ് ബോധ്യമായത്? സൈഫുദ്ദീൻ, തീരുമാനത്തിന്റെ ഉത്തരവാദിത്വം ഞങ്ങളുടെ തലയിലിടാൻ എന്ന രീതിയിലുള്ള സംസാരം അദ്ദേഹം നടത്തിയിട്ടില്ല. അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്രയും വഷളായി പോയുള്ള അതൃപ്തി അദ്ദേഹം കൃത്യമായി തന്നെ പ്രകടിപ്പിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഡൽഹിയിലേക്ക് ഇനി ഈ ചർച്ചയിലേക്ക് പോകാനുള്ള തന്റെ അഭിപ്രായം ഹൈക്കമാൻഡ് നേതൃത്വത്തെ താൻ അറിയിക്കും. അതേസമയം ഒറ്റ കാര്യം അദ്ദേഹം പറയുന്നുണ്ട്, ഇത്രയും ഒരു വലിയൊരു നല്ലൊരു വിജയം UDF സംസ്ഥാനത്ത് ഉണ്ടാവുകയും അതിന്റെ ആഘോഷത്താൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിലേക്ക്, ആഘോഷിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വരുന്നതെന്ന് മാത്രമല്ല, തെരുവിൽ പ്രവർത്തകർക്ക് പ്രതിഷേധവുമായി ഇറങ്ങേണ്ടി വരുന്നൊരു സാഹചര്യം എന്ന് പറയുന്നത് അത് സൃഷ്ടിക്കപ്പെടാൻ പാടില്ലായിരുന്നു. നേതൃത്വം എത്രയും വേഗം തീരുമാനത്തിലെത്തണമായിരുന്നു. ഇത് തീരുമാനം വിജയം വന്നതിന്റെ അല്ലെങ്കിൽ ഫലം വന്നതിന്റെ വളരെ പെട്ടെന്ന് തന്നെ നിരീക്ഷകർ വരുന്നു, അവരുടെ അഭിപ്രായം തേടുന്നു, ഘടകകക്ഷിയുടെ അഭിപ്രായം തേടുന്നു, ഡൽഹിയിലേക്ക് പോകുന്നു. ഡൽഹിയിൽ പ്രധാനപ്പെട്ട നേതാക്കളെ വിളിച്ചു വരുത്തി കൂടിയാലോചനയ്ക്ക് ശേഷം പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടൊരു തീരുമാനം ഉണ്ടാകാത്ത സാഹചര്യം വലിയ തോതിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. പല MLA മാർക്കും നാട്ടിൽ ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യം, സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രതിഷേധമുയരുന്നു. ഇതിനൊക്കെ കാരണമാകാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡ് നേതൃത്വം എത്രയും പെട്ടെന്ന് തീരുമാനമെടുക്കണം. അതിലൊരു അതൃപ്തി അദ്ദേഹം വ്യക്തമാക്കുകയാണ് ശരിക്കും ചെയ്യുന്നത്. അതിന്റെ കൂടി അതൃപ്തിയുടെ ഭാഗമായിട്ട് കൂടെയാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് പോകുന്നില്ല. പക്ഷേ തനിക്ക് ഇക്കാര്യത്തിൽ അഭിപ്രായമുണ്ട്, ആ കാര്യം നേതൃത്വത്തോട് പറയുകയും ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്ന കാര്യം. ഇത് UDF സംബന്ധിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു നിമിഷമാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനും വളരെ പ്രധാനപ്പെട്ട ഒരു നിമിഷമാണ്. ഈ ഒരു വിജയ നിമിഷം മുന്നോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ഈ ഒരു അനുകൂല രാഷ്ട്രീയ സാഹചര്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിലായിരിക്കണം തീരുമാനങ്ങൾ. കോൺഗ്രസിനെയും UDFനെയും ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നൊരു തീരുമാനം എടുക്കണമെന്ന കാര്യമാണ് അദ്ദേഹം ഉള്ളത്. എന്തായാലും വ്യക്തിപരമായ അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം ഹൈക്കമാൻഡ് നേതൃത്വത്തെ അറിയിക്കും. പക്ഷേ ഹൈക്കമാൻഡ് നേതൃത്വം ആഗ്രഹിക്കുന്നത് എല്ലാ നേതാക്കളിൽ നിന്നും എന്തായിരിക്കും ഓരോ തീരുമാനമെടുത്താലും, ഇപ്പോൾ KC തീരുമാനിച്ചാൽ, VD തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ RCA തീരുമാനിച്ചാൽ എന്തായിരിക്കും ഇക്കാര്യത്തിൽ ഫീൽഡിലുണ്ടാകുന്നത്. ഫീൽഡിൽ എന്ന് പറഞ്ഞാൽ ഫീൽഡിൽ മാത്രമല്ല, കേരളത്തെ സംബന്ധിച്ചോളം ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനമായിട്ട് തന്നെയാണ് അവർ കാണുന്നത്. കാരണം കഴിഞ്ഞതിനും അതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പ് മുതൽ തന്നെ കേരളത്തിന്റെ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഒരു രാഷ്ട്രീയം തന്നെ പൊതുവെ അതിന്റെ ഒരു പാറ്റേൺ തന്നെ ശരിക്കും UDF അനുകൂലമായി മാറി. 18 or 19 സീറ്റുകൾ എപ്പോഴും ലഭിക്കാവുന്ന ഒരു സ്ഥലമായി മാറി. കേന്ദ്ര നേതാക്കൾക്കടക്കം, രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും അടക്കം ലക്ഷക്കണക്കിന് വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ പറ്റുന്ന വളരെ പെട്ടെന്ന് സേഫായ ഒരു സ്ഥലമായി കേരളം മാറുന്നു. അത്തരം ഒരു അനുകൂല സാഹചര്യം, മുന്നണിയുടെ ശക്തി, അതോടൊപ്പം തന്നെ വിവിധ ജനവിഭാഗങ്ങളുമായിട്ടുള്ള കോൺഗ്രസിന്റെ ഒരു ഇഴയെടുപ്പം, ഇതൊക്കെ തന്നെ ഒരു മികച്ച സ്ഥലമായി നിലനിർത്തുന്നു. അതിൽ പരിക്കേൽപ്പിക്കുന്നത് ഒരു തീരുമാനവും കുറച്ച് വൈകിയാൽ പോലും അത്തരമൊരു തീരുമാനം. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ തന്നെ നേതാക്കളുമായി കൂടി സംസാരിച്ച ശേഷം ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക എന്നതാണ് ഉദ്ദേശമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും തന്റെ അഭിപ്രായം പറയും. പക്ഷേ മുല്ലപ്പള്ളി ഡൽഹിക്ക് പോകില്ല. തീരുമാനം വൈകിപ്പിച്ചില്ല. അതൃപ്തി അദ്ദേഹം പരസ്യമാക്കുന്നില്ലെങ്കിൽ പോലും അദ്ദേഹം അത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്.